ഓക്കെ. ഇനി ക്ലാസിക്കൽ റെസ്പോൺസ് ടു ദി ഗ്രേറ്റ് ഡിപ്രഷൻ. ഇനി ക്ലാസിക്കൽ എക്കണോമിക്സ് തിയറി, ക്ലാസിക്കൽ എക്കണോമിക്സിൻ്റെ ഐഡിയാസ് ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ, ഗ്രേറ്റ് ഫിനാൻഷ്യൽ ക്രൈസിസ് എത്രത്തോളം ഇഫക്റ്റീവാണ് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ മാത്രമല്ല, നമുക്ക് ജനറലായിട്ടൊരു എക്കണോമിക്സിൻ്റെ ഓരോ സ്കൂൾ ഓഫ് എക്കണോമിക് തോട്ടിൻ്റെയും ഐഡിയ എത്രത്തോളം റെലവൻസ് ഉണ്ട് ഓരോ ക്രൈസിസ് സമയത്തും എന്നുള്ളത് മനസ്സിലാക്കാൻ കൂടിയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഓക്കെ, വാട്ട് വാസ് ദ ക്ലാസിക്കൽ റെസ്പോൺസ് ടു ദ ഗ്രേറ്റ് ഡിപ്രഷൻ? ഗ്രേറ്റ് ഡിപ്രഷൻ സമയത്ത് ക്ലാസിക്കൽ റെസ്പോൺസ് എന്തായിരുന്നു? ഡു നത്തിങ്. അവർ പറയുന്നത് എന്താണ്? ഡു നത്തിങ്. ഇഫ് എക്കോണമി ലെഫ്റ്റ് അലോൺ ഇറ്റ് വുഡ് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ടു ഫുൾ എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ എക്കണോമിയെ വെറുതെ വിടുക, അങ്ങനെ ചെയ്താൽ തന്നെ, അങ്ങനെ വിട്ടാൽ തന്നെ ഓട്ടോമാറ്റിക്കലി ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്നുള്ള ഒരു ഇക്വിലിബ്രിയത്തിലോട്ട് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ഡു നത്തിങ്, ഒന്നും ചെയ്യാതിരിക്കുക. ഗവൺമെൻറ് മിനിമം ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു 3 പ്രധാനപ്പെട്ട ധർമ്മമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത് എന്ന് പറഞ്ഞു. അല്ലാണ്ട് എക്കണോമിക് ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യരുത് എന്നാണ്. അങ്ങനെ എക്കോണമിയെ ഫ്രീ ആയിട്ട് വിട്ടാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഫുൾ എംപ്ലോയ്മെൻറ്റിൽ നിന്നും പിന്നെ അൺഎംപ്ലോയ്മെൻറ്റോ അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫുൾ എംപ്ലോയ്മെൻറ്റിലോട്ട് തിരിച്ചു വരും. അതാണ് അവരുടെ ഐഡിയാസ്. ഡ്യൂറിങ് ദ ഗ്രേറ്റ് ഡിപ്രഷൻ 1929-33 അമേരിക്കൻ എക്കോണമി ഡിഡ് നോട്ട് ഇംപ്രൂവ് ആസ് പ്രഡിക്റ്റഡ് ബട്ട് ബിക്കം സ്റ്റഡിലി വേഴ്സ്. അമേരിക്കൻ എക്കോണമിയിൽ എന്താണ്, ഒരു റിക്കവറി ഉണ്ടായില്ല. ഇവർ പറഞ്ഞ പ്രകാരം ഒരു തിരിച്ചുവരവുണ്ടല്ലോ ഇത്രയും പീരീഡിലും ഈ ഡ്യൂറിങ് ദീസ് പീരീഡ്. അപ്പോൾ എന്താ, അമേരിക്കൻ എക്കോണമിയിൽ ഒരു തിരിച്ചുവരവുണ്ടായിട്ടില്ല. പക്ഷെ എന്താ സമയം, സ്റ്റഡിലി വേഴ്സ്, കാര്യങ്ങൾ സീരിയസ് ആവുകയാണ് ചെയ്തത്. ദ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ഇൻ ഒക്ടോബർ 1929 ഹാഡ് സിഗ്നൽഡ് എ ന്യൂ ഏജ്. അങ്ങനെയാണ് അമേരിക്കൻ എക്കണോമിയിൽ ഗ്രേറ്റ് ഡിപ്രഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് 1929 പിന്നെ ഉണ്ടായതിന് ശേഷമാണ്. അങ്ങനെയാണ് അത് ഗ്രേറ്റ് ഡിപ്രഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അമേരിക്കൻ എക്കോണമിയിൽ. ആൻഡ് പിന്നെ എന്ത് സംഭവിച്ചു? ആൻ ഏജ് ഓഫ് പോവർട്ടി ആൻഡ് ജോബ്ലെസ്. പിന്നെ സിവിയർ പോവർട്ടി, അതുപോലെ ജോബ്ലെസ്, എംപ്ലോയ്മെൻറ്റ് നഷ്ടം ഉണ്ടായി. പിന്നെ ബൈ 1934 25% ഓഫ് ലേബർ ഫോഴ്സ് വാസ് അൺഎംപ്ലോയിഡ്. ഓക്കെ, ഓൺലി 25% ഓഫ് ലേബർ ഫോഴ്സ് വാസ് 25% ഓഫ് ലേബർ ഫോഴ്സ് വാസ് അൺഎംപ്ലോയിഡ് ഡ്യൂറിങ് ബൈ 1934. ഓക്കെ, ആൻഡ് പക്ഷേ 1929 ഇതിലുള്ള 3% ലേബർ ഫോഴ്സ് അമേരിക്കൻ എക്കോണമിയിൽ 3% മാത്രമേ അൺഎംപ്ലോയിഡ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 1934 25% അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടായി. ആൻഡ് മോസ്റ്റ് ഓഫ് ദോസ് ഹൂ കുഡ് ഫൈൻഡ് വർക്ക് വെയർ പെയ്ഡ് ടു ലോ വേജസ്. അത് മാത്രമല്ല, ജോലിയിലെ ആളുകൾക്ക് എന്താണ്, ചെറിയ സാലറി ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഡ്യൂറിങ് ദിസ് പീരീഡ് മെനി ബാങ്ക്സ് വെർ കൊളാപ്സ്ഡ്. ഈ സമയത്ത് എന്താണ്, ഒരുപാട് ബാങ്കുകൾ കൊളാപ്സ് ചെയ്തു. അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റ് ഹാസ് ക്രാഷ്ഡ്. സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷോട് കൂടി തുടങ്ങിയത്. അത് മാത്രമല്ല, പിന്നെ വേറെയും ഒരുപാട് സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ പിന്നെ ദർ വർ നോ ജോബ്സ്. അൺഎംപ്ലോയ്മെൻറ്റ് പ്രോബ്ലം, ജോലി ഇല്ലാത്തൊരവസ്ഥ വന്നു. ആൻഡ് ദ ഗവൺമെൻറ് ഹാഡ് ഡൺ നെക്സ്റ്റ് ടു നത്തിങ്. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇനി അത്രയും ഒരു ക്രൈസിസ് സിറ്റുവേഷനാണ് ഇപ്പോൾ ഞാൻ ഈ പാരഗ്രാഫിൽ. എന്താണ് അമേരിക്കൻ എക്കോണമി എന്ന് പറയുന്നത് നമുക്കൊരു വേൾഡ് ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ ആ സിറ്റുവേഷനിൽ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു. ഇനി ക്ലാസിക്കൽ എക്കണോമിസ്റ്റ്, അവരെ കുറിച്ച് പറയാം. ക്ലാസിക്കൽ എക്കണോമിക്സ് ഫെയിൽ ടു റെസ്ക്യൂ ദ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ഫ്രം ദ ഗ്രേറ്റ് ഡിപ്രഷൻ. ക്ലാസിക്കൽ എക്കണോമിക്സ് ആക്ച്വലി ഇത് ഗ്രേറ്റ് ഡിപ്രഷൻ സമയത്ത് ഈ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയെ രക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടു. എ സൊല്യൂഷൻ ടു ദ ഗ്രേറ്റ് ഡിപ്രഷൻ വാസ് പ്രപ്പോസ്ഡ് ബൈ ബ്രിട്ടീഷ് എക്കണോമിസ്റ്റ് ജെയിംസ് കെയ്ൻസ്. അങ്ങനെയാണ് നമ്മുടെ കെയ്ൻസിൻ്റെ അറൈവൽ. For Keynes, the key to the depression was the lack of aggregate demand. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ കെയ്ൻസ് ബ്രിട്ടീഷ് എക്കണോമിസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ബ്രിട്ടീഷ് എക്കണോമിസ്റ്റായ ജെയിംസ് കെയ്ൻസിൻ്റെ അദ്ദേഹമാണ് ആക്ച്വലി ബ്രിങ്സ് എ സൊല്യൂഷൻ ടു ദ ഗ്രേറ്റ് ഡിപ്രഷൻ. ഓക്കെ,
ആണ് കൊണ്ടുവന്നത്. അപ്പോൾ ജെൻ കെയ്ൻസ് ദ കീ ടു ദി ഡിപ്രഷൻ വാസ് ലാക്ക് ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് ദ ലാക്ക് ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡാണ് ദ ഗ്രേറ്റ് ഡിപ്രഷൻ പ്രധാനപ്പെട്ട റീസൺ. കെയ്ൻസ് ഫൗണ്ട് ഫ്ലോ ഇൻ സെയ്സ് ലോ ഒന്നും ശരിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഹി ചലഞ്ച് സെയ്സ് ലോ ആൻഡ് സോ ദാറ്റ് ഇസ് സപ്ലൈ അക്കോർഡിംഗ് ടു ഹിം ദ സപ്ലൈ ഡസ് നോട്ട് നെസസറിലി ക്രിയേറ്റ് എൻ ഈക്വൽ എമൗണ്ട് ഓഫ് ഡിമാൻഡ്. സപ്ലൈ ഇവർ പറയുന്ന പോലെ സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് ദാറ്റ് ഡസ് നോട്ട് നെസസറിലി ക്രിയേറ്റ്, ഡസ് നെസസറിലി വർക്ക്. ദാറ്റ് മീൻ സപ്ലൈ ഡസ് നോട്ട് നെസസറിലി ക്രിയേറ്റ് ആൻ ഈക്വൽ എമൗണ്ട് ഓഫ് ഡിമാൻഡ്. ഈ റൂമിലുണ്ട് കേട്ടോ, പോ ഇവിടെ ഉണ്ട്. Keynes also pointed out that the market mechanisms of prices, wages and interest rates will tend to be sticky on the downward side. Okay, not necessarily flexible as claimed by the classical economics. ഇയാൾ പറയുന്നത് ക്ലാസിക്കൽ എക്കണോമിക്സിൽ നമുക്കറിയാം വേജ് പ്രൈസസ് ആർ ഫ്ലെക്സിബിൾ. വി ഹാവ് സ്റ്റഡീഡ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് pillar of classical economics, that is wage prices are flexible. പക്ഷേ കെയ്ൻസ് പറയുന്നത് മാർക്കറ്റ് മെക്കാനിസം ഓഫ് പ്രൈസസ് ആൻഡ് വേജസ് ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ്സ് വിൽ ടെൻഡ് ടു ബി സ്റ്റിക്കി ഓൺ ദ ഡൗൺവേർഡ് സൈഡ്. അങ്ങനെ ഇതിൻ്റെ ഒരു മാർക്കറ്റ് മെക്കാനിസം അല്ലെങ്കിൽ വേജ് പ്രൈസസ് എന്ന് പറയുന്നത് അത് ഓട്ടോമാറ്റിക് ഫോഴ്സസ് അല്ല, അതൊരു സ്റ്റിക്കിയാണ്. അത് താഴോട്ട് അങ്ങനെ പെട്ടെന്നൊന്നും കുറയില്ല. ഓക്കെ, വേജും പ്രൈസിൻ്റെ പ്രത്യേക പെട്ടെന്നൊരു ഡിപ്രഷൻ വന്ന് എന്ന് കരുതി സാധനങ്ങളുടെ പ്രൈസോ അല്ലെങ്കിൽ പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് പ്രോഫിറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് വേജ് ഇതൊന്നും ഒരിക്കലും പെട്ടെന്നൊന്നും കുറയില്ല. അതൊരു ഡൗൺവേർഡ് പെട്ടെന്ന് ഒരു സ്റ്റിക്കി ഓൺ ദ ഡൗൺവേർഡ് സൈഡ് ഒരു സ്റ്റിക്കിയാണ്, ഒരു ഗ്രാജുവലായിട്ട് കുറയുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് കെയ്ൻസ് പറയുന്നത്. പക്ഷേ മറ്റവർ പറയുന്നത് എന്താണ്, ഫ്ലെക്സിബിളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്ന പറയുന്നത്. ഓക്കെ, ഇവിടെ ദ സ്റ്റിക്കി പ്രൈസസ് ആർ ഡ്യൂ ടു ഇംപെർഫെക്ഷൻ ഇൻ ദ മാർക്കറ്റ്. എന്തുകൊണ്ടാണ് സ്റ്റിക്കി പ്രൈസ് എന്ന് ചോദിച്ചാൽ ഡ്യൂ ടു ഇംപെർഫെക്ഷൻ ഇൻ ദ മാർക്കറ്റ് ഇംപെർഫെക്ഷൻ ആണ് അതിന് കാരണം. മാർക്കറ്റ് ഇംപെർഫെക്ഷൻ. വേജസ് വിൽ നോട്ട് ഫാൾ ബിക്കോസ് യൂണിയൻ ആൻഡ് വർക്കേഴ്സ് വുഡ് റെസിസ്റ്റ് ലോ വേജ്. എന്തുകൊണ്ടാണ് വേജ് കുറയാത്തതെന്ന് ചോദിച്ചാൽ അവിടെ ഒരു സ്ട്രോങ് യൂണിയൻ ഉണ്ട്. അതുപോലെ വർക്കേഴ്സ് അവരെപ്പോഴും എന്താണ് ദ വുഡ് റെസിസ്റ്റ് ചെയ്യും ലോ വേജ് കുറയുന്നത് അല്ലെങ്കിൽ ലോ വേജ് അവർ റെസിസ്റ്റ് ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും യൂണിയനും വർക്കേഴ്സിൻ്റെയും ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് വേജ് കുറയില്ല. അതുപോലെ തന്നെ അതുകൊണ്ട് വേജ് ഫാൾസ് സ്ലോലി. ദ ലേബർ മാർക്കറ്റ് വിൽ നോട്ട് എലിമിനേറ്റ് അൺഎംപ്ലോയ്മെൻറ്റ് ആസ് ക്ലാസിക്കൽ എക്കണോമിക്സ് ഹാസ് ആർഗ്യൂഡ്. അതുകൊണ്ട് തന്നെയാണ് വേജ് പെട്ടെന്ന് കുറയാത്തത് കൊണ്ട് ക്ലാസിക്കൽ എക്കണോമിക്സ് പറയുന്ന പോലെ അൺഎംപ്ലോയ്മെൻറ്റ് പെട്ടെന്ന് എലിമിനേറ്റ് ചെയ്യാൻ കഴിയില്ല നമ്മുടെ എക്കോണമിയിൽ. ഓക്കെ, സിൻസ് ഇൻട്രസ്റ്റ് റേറ്റ്സ് ആർ അണ്ടർ ദ കൺട്രോൾ ഓഫ് ലാർജ് ബാങ്ക്. പിന്നെ മറ്റൊരു കാര്യം മറ്റൊരു പ്രൈസാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഈ വലിയ ബാങ്ക്സിൻ്റെ കൺട്രോൾ ആയതിനാൽ എന്താണ് മോണോപോളി പവർ വിൽ കീപ്പ് ഇൻട്രസ്റ്റ് റേറ്റ്സ് ഫ്രം ഫാളിങ്. അതുകൊണ്ട് അവരുടെ മോണോപോളി പവർ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നത് തടയും. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് കൺട്രോൾഡ് ബൈ ലാർജ് ബാങ്ക്സ്. അതുകൊണ്ട് എന്താണ്, അപ്പോൾ അവർക്കതിന് മോണോപോളി ഉള്ളത് കൊണ്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എക്കണോമിക് ക്രൈസിസ് വന്നു എന്ന് കരുതി താഴോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. അവർക്കത് കീപ്പ് ചെയ്യാൻ പറ്റും. ഒരു പർട്ടിക്കുലർ ലെവലിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് കീപ്പ് ചെയ്യാൻ പറ്റും. സോ ദ മാർക്കറ്റ് ഫോഴ്സസ് may fail to bring favorable economic adjustment expected by classical economy. അതുകൊണ്ട് തന്നെ ഈ മാർക്കറ്റ് ഫോഴ്സ് ഓട്ടോമാറ്റിക് ഫോഴ്സ് ഡിമാൻഡ് ആൻഡ് സപ്ലൈക്ക് ഈ പെട്ടെന്ന് അവരൊരിക്കലും അഡ്ജസ്റ്റ്മെൻറ്റ് ഒരു ഫേവറബിൾ എക്കണോമിക് അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്നതിൽ ഈ ഓട്ടോമാറ്റിക് ഫോഴ്സസുകൾക്ക് പറ്റില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, സെയ്സ് ലോ മാർക്കറ്റും അതുപോലെ ക്ലാസിക്കൽ എംപ്ലോയ്മെൻറ്റ് തിയറി ഫെയിലാവും എന്നാണ് കെയ്ൻസ് ആർഗ്യൂ ചെയ്യുന്നത്. അപ്പോൾ ദിസ് ഇസ് ദ response from classical economics and അതുപോലെ തന്നെ response and solution from Keynes during the Great Depression. Thank you.